التنبيه الثالث: الشيطان حريص على إضلال بني آدم وإغوائهم، فقد أقسم وقال: فبعزتك لأغوينهم أجمعين إلا عبادك منهم المخلصين. اللهم اجعلنا منهم يا رب العالمين. ومن الغلو ومن إضلاله أن يوقع أن يخرج بني آدم من الصراط المستقيم إلى غلو أو إلى جفاء وتقصير. ومن الغلو التعصب للمشايخ، أخطأوا أو أصابوا. وبعض الناس يتعصب لشيخه، وما أن يخطئ ويضلل شيخ أحدا إلا ويقبل كلامه بلا سؤال ولا بحث، وهذا لا يجوز. بل ذكر ابن تيمية أن هذا من البدع والضلالات. نعم. ഷൈത്താൻ മനുഷ്യരെ ഈ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിക്കാൻ എപ്പോഴും ശ്രദ്ധനായിട്ടാണ് ഇരിക്കുന്നത്. ഷൈത്താന്റെ കെണി നോക്കൂ. അവൻ സത്യം ചെയ്ത് പറഞ്ഞത് കാണാം. റബ്ബിനോട് പറഞ്ഞു: ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. നിന്റെ ഇസ്സത്ത് തന്നെ സത്യം, ഞാൻ അവരെ മുഴുവൻ, മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിക്കും, നിന്റെ മുഖ്ലസുകളായ, നീ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളായ അടിമകളെ ഒഴികെ. അല്ലാഹു നമ്മെ കൂട്ടരിൽ ഉൾപ്പെടുത്തുമാറാകണം. നോക്കൂ, ശൈത്താന്റെ കെണികളിലൊന്നാണ് മനുഷ്യരെ ഈ ഹക്കിൽ നിന്ന് ഗുലൂവിലേക്ക്, അതായത് അതിരുവിടലിലേക്ക്, അല്ലെങ്കിൽ ജഫായിലേക്ക്, ഇപ്പുറത്ത് അലംഭാവത്തിലേക്ക്, എന്നുവെച്ചാൽ അതിരുവിടുക അല്ലെങ്കിൽ മറ്റേ അവഗണിക്കുക, ഇതിലേക്ക്, ഇത് രണ്ടിലൊന്നിലേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോവുക എന്നത് ശൈത്താന്റെ കെണികളിൽപ്പെട്ടതാണ്. നോക്കൂ, ഗുലുവിന്റെ, അതിരുവിടലിന്റെ അതിന്റെ ഇനങ്ങളിലൊന്നാണ് ആളുകൾ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ പേരിൽ കക്ഷി ചേരുക എന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാകട്ടെ തെറ്റാകട്ടെ, ശരിയായാലും തെറ്റായാലും അദ്ദേഹം പറഞ്ഞതാണോ എങ്കിൽ ഞാൻ ആ ഭാഗത്താണ് എന്ന രൂപത്തിൽ കക്ഷി ചേരുക എന്നത് ഈ ഗുലുവിന്റെ, അതിരുവിടലിന്റെ ഭാഗമാണ്. നോക്കൂ, ചില ആളുകൾ ഇങ്ങനെ ഒരു ഷെയ്ഖ് ഏതെങ്കിലും ഒരാൾ വഴിവഴിച്ച ആളാണ് എന്നോ മറ്റോ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ ആ ഷെയ്ഖ് പറഞ്ഞത് പിൻപറ്റുന്നത് കാണാം. അതൊരിക്കലും പാടില്ല. എന്ന് മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അങ്ങനെ ഏതെങ്കിലും പണ്ഡിതനെ അന്ധമായി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിൻപറ്റുക എന്നത്, കക്ഷി ചേരുക എന്നത് ബിദ്അത്താണ്, അത് വഴികേടാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. وقد بلغني أن عندكم في كيرلا وبين المليباريين أن هناك أناسا محسوبين على السنة يتعصبون لشيخهم ويوالون ويعادون على كلام شيخهم ويقبلون كلامه بلا حجة ويتعصبون لذلك، وهذا من الخطأ الكبير، بل هذا من البدع والضلالات، عافاني الله وإياكم. ويجب أن يسير السلفي على قاعدة، وهي قول الإمام مالك: ما منا إلا وراد أو مردود عليه. يذكر هذه القاعدة قولا ويطبقها عمليا. أذكر أن أحد المشايخ الأفاضل قابل أحد المتعصبين لشيخه، قال: هل شيخك معصوم في المنهج؟ هل عنده خطأ في المنهج؟ قال نعم، المعذرة. قال: هل شيخك معصوم في المنهج؟ قال: ليس معصوما في المنهج، لكن لا يعرف له خطأ في المنهج. فإذا لف ودار، فهمتم؟ يقول ليس معصوما لكن لا يعرف له خطأ، يعني النتيجة معصوم. نعم. ثم إن ذهبت الأيام إلا وقام هذا على شيخه وضلله، وشيخه ضلله. وهذا يذكرني بكلمة من الشيخ الإسلام ابن تيمية كما في مجموع الفتاوى، يقول كلاما ما مفاده: ما اجتمع قوم على ضلالة إلا سلط الله بعضهم على بعض. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇങ്ങനെ ചില ആളുകളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതായത് ഒരു ഷെയ്ഖിന്റെ പേരിൽ കക്ഷി ചേരുക. അദ്ദേഹം ആരെങ്കിലും കുറിച്ച് അയാൾ വഴികേടിലാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ അതുപോലെ സ്വീകരിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ കക്ഷി ചേരുക. ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം: എല്ലാ ആളുകളിലും ഏതൊരാളുടെ വാക്കാകട്ടെ അതിൽ സ്വീകരിക്കേണ്ടതുണ്ട്, തള്ളിക്കളയേണ്ടതുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കൊഴികെ. എന്നാൽ ഇത്തരക്കാർ ഇത്
പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരു പണ്ഡിതന്മാരിൽ ഒരാൾ, ശ്രേഷ്ഠരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഇക്കൂട്ടരിൽപ്പെട്ട ഒരാളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഷെയ്ഖ് മാസൂമാണോ, അതായത് ഒരു തെറ്റും പറ്റാത്ത പാപസുരക്ഷിതൻ എന്നൊക്കെ പറയാവുന്ന ഗണത്തിലാണോ നിങ്ങളുടെ പണ്ഡിതൻ, നിങ്ങളുടെ ഷെയ്ഖ്? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞത്രേ, ഇല്ല, അദ്ദേഹം മാസൂമല്ല, അദ്ദേഹം ഒരു പാപസുരക്ഷിതൻ അല്ല, പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതായി നമുക്ക് അറിയില്ല, അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടില്ല. അപ്പൊ നോക്കൂ, എന്താണ് അദ്ദേഹം ആദ്യം നിഷേധിച്ചത് അത് തന്നെയാണ് ആദ്യം പിന്നീട് തിരിച്ച് അതിലേക്ക് തന്നെയാണ് എത്തുന്നത്. അത് മാസൂമല്ല, തെറ്റുപറ്റാത്ത ആളല്ല എന്ന് പറഞ്ഞു, പക്ഷെ യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞു. ഇത് നോക്കൂ, ഇങ്ങനെയാണ് ആളുകൾ. അപ്പൊ ഇങ്ങനെ ഒരാളുടെ പേരിൽ, ഒരു ഷെയ്ഖിന്റെ പേരിൽ കക്ഷി ചേരും. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ കാണാം ഇതേ ആള് വന്ന് ഈ ഷെയ്ഖ് ബലാലത്തിനാണ്, ആള് വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നത്, ഷെയ്ഖ് ഇവനെ വഴികേടിലാണ് എന്ന് പറയുന്നത് കാണാം. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂഉൽ ഫതാവിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു കൂട്ടർ ഒരു ബലാലത്തിൽ ഒരുമിച്ച് ചേർന്നാൽ, ഒരു വഴികേടിൽ അവർ അതിന്റെ പേരിൽ അവർ ഒത്തുചേർന്നാൽ അള്ളാഹു അവരെ തന്നെ, അവർക്കിടയിൽ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കും. അത് വഴികേടിന്റെ പേരിൽ ആരെങ്കിലും കക്ഷി ചേർന്നാൽ ഇങ്ങനെയുണ്ട്, അവർക്ക് ഇടയിൽ തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്നാണ്. من عجيب أمر هؤلاء المتعصبة لأشياخهم أنه إذا كان الرجل معهم كالوا عليه بالمدائح العظيمة، فريد الزمان وحيد الدار، المحقق المبدع والناصح المنفرد، كلام عظيم، وما أن ينقلب عليهم إلا وينقلبوا ذما بأشد من مدحوا بمجرد أنه تركهم. هذا يذكرك بفعل اليهود مع عبد الله بن سلام لما قال أنت قال من هذا فيكم؟ قال هو خيرنا وابن خيرنا، ثم لما أسلم قال بل هو شرنا وابن شرنا، بمجرد أنه أسلم. وهذا بمجرد أنه ترك تعظيم شيخهم انقلبوا عليه تماما. نعم. ഇത്തരക്കാർ ഏതെങ്കിലും ഒരാൾ അവരുടെ വഴി സ്വീകരിച്ചാൽ, അവരുടെ ഷെയ്ഖിന്റെ ആളായി മാറിയാൽ, അവർ എന്തെന്നില്ലാത്ത പുകഴ്ത്തലിന്റെ വാക്കുകൾ കൊണ്ട് അയാളെ പുകഴ്ത്തും, അയാളുടെ ഏറ്റവും വലിയ ആളാക്കി ചിത്രീകരിക്കുക. അയാളെ പോലെ ഒരാൾ വേറെയില്ല, അദ്ദേഹത്തെ പോലെ മുഹഖിഖായ ഒരു പണ്ഡിതൻ വേറെയില്ല എന്ന രൂപത്തിലൊക്കെ പുകഴ്ത്തും. എന്നാൽ ഇവരുമായി ഒന്ന് തെറ്റിയാൽ, അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറിയാൽ, പിന്നെ നേരത്തെ പുകഴ്ത്തിയതിനേക്കാൾ എത്രയോ മടങ്ങ് മോശമായ വാക്കുകൾ കൊണ്ട് ആളെ വിശേഷിപ്പിക്കും. എന്താണ് കാരണം? ഒരേ ഒരു കാരണം, അവരുമായി തെറ്റി, അവരുമായി ഉടക്കി എന്നതാണ്. ഇത് സുബ്ഹാനല്ലാഹ് യഹൂദികൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് ചെയ്തതുപോലെയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു യഹൂദികളിലെ പണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം മുസ്ലിമായി എന്നറിയുന്നതിന് മുൻപ് അവർ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, ഖൈറുന ഇബ്നു ഖൈരിന, അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും നല്ല ആളാണ്, ഏറ്റവും നല്ല ആളുടെ മകനാണ്. മുസ്ലിമായി എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ ഈ പറഞ്ഞ ഇതേ ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, ഹുവ ശർറുന വബ്നു ശർറിന, അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും മോശക്കാരനാണ്, ഏറ്റവും മോശക്കാരനായ ആളുടെ മകനാണ്. എന്തേ അദ്ദേഹം ചെയ്തുള്ളൂ? ഇസ്ലാം സ്വീകരിച്ചു എന്നത് മാത്രം. ആ ഒരൊറ്റ കാരണം കൊണ്ട് പറയുകയാണ് എന്ത്, നേരത്തെ പറഞ്ഞ പുകഴ്ത്തലൊക്കെ മാറ്റി ആളെ മോശമാക്കി ചിത്രീകരിക്കുക. ومن الغلو غلو الحدادية. والحدادية من حيث الجملة قسمان. القسم الأول غلاة العذر بالجهل، لا يعذرون بالجهل في الشرك، وهذا لا إشكال فيه، هذا أحد القولين لأهل السنة. الإشكال أن من لا يعذر بالجهل، من لا يوافقهم على عدم العذر بالجهل، يتهمون بأنه مرجع ويضللونه ويقيمون الدنيا عليه. ثم لم يقفوا عند هذا الحد، بل اضطروا أن يبالغوا وأن يكذبوا على العلماء بأنهم معهم. بل قال كثير منهم إن جمعا من العلماء يقولون من لا يعذر بالجهل فهو كافر، إن جمع العلماء يقولون من يعذر بالجهل فهو كافر. رأيتم كيف؟ ومنهم من غلا ثم زاد الغلو غلوا وما استطاع أن يزعم أن العلماء لا يعذرون بالجهل، فقال العلماء هؤلاء ضلال كغيرهم، أو رد عليهم أو انتقصهم إلى غير ذلك. شيخ كلامي واضح ولا طويل؟ واضح، تفضل.
ഇങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഹദ്ദാദികൾ എന്നറിയപ്പെടുന്ന കൂട്ടർ. അവരിൽ രണ്ട് വിഭാഗമുണ്ട്. ഒരു കൂട്ടർ ഉദുർ ബിൽ ജഹൽ എന്ന മസലയിൽ അതിരുവിട്ട ആളുകളാണ്. അതായത് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അറിവുകേടിന്റെ ഒരു ഒഴികഴിവ് വകവെച്ചു കൊടുക്കുക. അറിവില്ലാത്തവരാണ് എന്നതുകൊണ്ട് അവരെ വ്യക്തിപരമായ മുശ്രിക്കുകളാണ് എന്ന് പറയാതിരിക്കുക എന്നൊരു വിഷയമുണ്ട്. പക്ഷെ അതിരുവിട്ട ആളുകളാണ് ഹദ്ദാദികളുടെ ഒരു കൂട്ടർ. അതായത് ഒരു നിലക്കും ശിർക്ക് സംഭവിച്ചവന് അറിവില്ലായ്മയുടെ യാതൊരു ഒഴികഴിവുമില്ല, അവനെ മുശ്രിക്കെന്ന് തന്നെ പറയണം എന്ന വാദമുള്ള ഒരു കൂട്ടർ. അതിൽ കുഴപ്പമില്ല, കാരണം അത് അഹ്ലുസുന്നത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയുന്നത്. ശിർക്കിന്റെ കാര്യത്തിൽ എന്തില്ല, അറിവില്ലായ്മയുടെ ഒരു ഒഴികഴിവ് നമുക്ക് വകവെച്ചു കൊടുക്കാൻ വകുപ്പില്ല. ശിർക്ക് സംഭവിച്ചു അവൻ ഇസ്ലാമിന് പുറത്താണ്, അങ്ങനെ തന്നെ പറയണം, അവന്റെ അറിവില്ലായ്മ വകവെച്ചു കൊടുക്കേണ്ടതില്ല എന്നത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരു കൂട്ടരുടെ അഭിപ്രായമാണ്. പക്ഷെ അതല്ല വിഷയം. ഈ ആളുകൾ അവിടെ നിർത്തിയില്ല. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഏത് അവസ്ഥയിലെത്തി? ഇങ്ങനെ ശിർക്ക് സംഭവിച്ച ആൾക്ക് അറിവില്ലായ്മയുടെ ഒഴിവുകഴിവ് വകവെച്ചു കൊടുക്കുന്നവരെ, അവരെ മുശ്രിക്കെന്ന് പറയേണ്ടതില്ല, മറിച്ച് അറിവില്ലാത്തവരാണ് എന്ന് പറയുന്നവരെ, അതായത് അഹ്ലുസുന്നത്തിന്റെ ഒരു അഭിപ്രായമാണ്. അങ്ങനെ പറയുന്നവരെ ഇർജാഅ് ആരോപിക്കും, ഇവർ മുർജിഅകളാണ് എന്ന് പറയും ഹദ്ദാദികൾ. എന്ന് മാത്രമല്ല, അതിനുശേഷം അവരെന്ത് പറയാൻ തുടങ്ങി? അവർ പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയാൻ തുടങ്ങി. ഇവരൊക്കെ നമ്മുടെ ആളുകളാണ്, പണ്ഡിതന്മാർക്ക് അവരുടെ അഭിപ്രായക്കാരാണ് എന്ന് പറയാൻ തുടങ്ങി. അവർ ഇങ്ങനെ ഒഴിവഴിവ് വകവെച്ചു കൊടുക്കുന്നവരെ മുർജികളാണ് അല്ലെങ്കിൽ കാഫറുകളാണ് എന്ന് പറയാൻ തുടങ്ങി. പണ്ഡിതന്മാരൊക്കെ ഞങ്ങളുടെ ഭാഗത്താണ് എന്ന് പറയാൻ തുടങ്ങി. പക്ഷെ പണ്ഡിതന്മാരുടെ വാക്കുകൾ അവർക്കെതിരായി വന്നപ്പോൾ പിന്നെ അവർ അതിനേക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തി. അവരിൽ മറ്റൊരു വിഭാഗം അങ്ങനെയാണ്. ഈ വലിയ വലിയ ഉലമാക്കളൊക്കെ വഴികേടിലാണ്, അവരൊക്കെ വലാലത്തിനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു. ولتعرف خطأ هؤلاء الحدادية ولاة مسألة العذر بالجهل، أن أشهر من لا يعذر بالجهل الشيخ العلامة الكبير عبد العزيز بن باز رحمه الله تعالى، والشيخ العلامة الكبير صالح الفوزان حفظه الله تعالى. وهذان العالمان حياتهم العلمية التي بلغت 60 سنة أو أكثر أو أقل عايشوا علماء آخرين يعذرون بالجهل، كالألباني وكمحمد أمان الجامي وكالشيخ محمد صالح العثيمين. عايشوا علماء آخرين يعذرون بالجهل، كالعلامة الألباني وكالعلامة محمد أمان الجامي وكالعلامة محمد بن صالح العثيمين، كالعلامة مقبل الوادعي، كالعلامة عبد الرزاق عفيفي إلى آخرين. وكانت بينهم ألفة ومحبة، بل من مات قبل الآخر فإن المتأخر يثني على الرجل بعد موته، ولم يتعادوا. بل بلغني أنه حصل بينهم مناقشات في مجالس عدة في هذه المسألة ولم يتعادوا. حدثني أحد علماء اللجنة الإفتاء أنه في مجلس مع الشيخ عبد العزيز بن باز والشيخ الغدياني إلى آخره اختلفوا وبحثوا هذه المسألة، وهذا لا يضر، بحث علمي وبينهم من المودة. ثم يأتيك الحداد المجنون، وأنا أعني ما أقول مجنون، يأتيك الحداد المجنون يقول إن ابن باز أو الفوزان يكفرون من يعذر بالجهل، وقد يتمسك بكلمة حمالة أوجه أو لها سياقها. والمنصف لا يتمسك بالكلمات بل يردها إلى منهج الرجل. هذا في الكتاب والسنة وكلام العلماء. المشتبه يرد إلى المحكم وإلى سيرة الرجل وحياته، لا إلى كلمة من هنا أو هناك والله أعلم ما سابقها ولاحقها. ഹദ്ദാദികളുടെ വഴികേട് മനസ്സിലാക്കാൻ ഒരു കാര്യം ചിന്തിച്ചാൽ മതിയാവും. അതായത് അഹ്ലുസുന്നത്തിന്റെ വലിയ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അവരിൽ അജ്ഞതയുടെ അറിവില്ലായ്മയുടെ ഒഴിവുകഴിവ് ശിർക്ക് സംഭവിച്ചവർക്ക് വകവെച്ചു കൊടുക്കുന്നവരുണ്ടായിരുന്നു, വകവെച്ചു കൊടുക്കാത്തവരുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ യാതൊരു ഒഴിവുകഴിവും ശിർക്ക് സംഭവിച്ചവന് വകവെച്ചു കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് ഷെയ്ഖ് ബിൻ ബാസ്, അതുപോലെ ഷെയ്ഖ് ഫൗസാൻ, ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി, അതുപോലെ ഷെയ്ഖ് ഫൗസാൻ ഹഫളഹുല്ലാഹ്. ഇവർക്ക് രണ്ടുപേരും അഭിപ്രായക്കാരാണ്. അതേസമയം ഒരു ശിർക്ക് സംഭവിച്ച ആൾക്ക് അജ്ഞതയുടെ ഒഴിവുകഴിവ് വകവെച്ചു കൊടുക്കണം
എന്ന അഭിപ്രായക്കാരായ വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ഇമാം അൽ അൽബാനി, അതുപോലെ മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ, മുഹമ്മദ് അമാൻ അൽ ജാമി, ഷെയ്ഖ് മുഖ്ബൽ ബിൻ ഹാദി അൽ വാദിഇ, ഷെയ്ഖ് അബ്ദുൽ റസാഖ് അഫീഫി, ഇവരൊക്കെ ഈ അഭിപ്രായക്കാരായിരുന്നു. പക്ഷെ അവർ തമ്മിൽ ഇതിന്റെ പേരിൽ യാതൊരു ശത്രുതയും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഷെയ്ഖ് പറയുകയാണ്, എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ ഈ വിഷയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുനാഖശ നടത്തിയിട്ടുണ്ട്, പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട്. ലജ്നയിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ അബ്ദുല്ലാഹ് ഖുദയാൻ, അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അവരൊക്കെ ഉള്ള മജ്ലിസുകളിൽ അവർ ഈ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംവദിച്ചിട്ടുണ്ട്. അവർക്കിടയിൽ പക്ഷെ ഇതിന്റെ പേരിൽ ഒരു ശത്രുതയോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അവർ പരസ്പരം പുകഴ്ത്തുന്ന ആളുകളായിരുന്നു. അവരിൽ നേരത്തെ മരണപ്പെട്ടവരെ കുറിച്ച് പിന്നീട് ഉള്ളവർ, പിന്നെയും ജീവിച്ചവർ നേരത്തെ മരണപ്പെട്ടവരെ കുറിച്ച് പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് എന്നിരിക്കുകയാണ് ഈ ഹദ്ദാദി, മാനസിക പ്രശ്നമുള്ള ഹദ്ദാദി എന്ത് പറയും, ഷെയ്ഖ് ഫൗസാനും അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസും ഒക്കെ അവരോട് ഈ വിഷയത്തിൽ എതിർ അഭിപ്രായമുള്ള ആളുകളെ അവരൊക്കെ വലാലത്തിനാണ്, അല്ലെങ്കിൽ അവരൊക്കെ കാഫറുകളാണ് എന്ന് പറഞ്ഞു എന്ന് ഹദ്ദാദി വന്ന് പറയുകയാണ്. ഇത് തീർത്തും തെറ്റാണ്. നോക്കൂ നിങ്ങൾ, ഇവർ ഈ ഹദ്ദാദികൾ ഇത് പറയാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പണ്ഡിതന്മാരുടെ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും. ഒരു വാക്കെടുത്തിട്ട് അത് വലുതാക്കി വേറെ രൂപത്തിൽ ചിത്രീകരിച്ച ആളുകളോട് പറയും, ഷെയ്ഖ് ഫൗസാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇബ്നു ബാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊരിക്കലും ശരിയല്ല. നമ്മളൊരു പണ്ഡിതന്റെ വാക്ക് അദ്ദേഹത്തിന്റെ മനഹജുമായി തട്ടിച്ചാണ് മനസ്സിലാക്കേണ്ടത്. വാക്ക് മനഹജിലേക്ക് മടക്കണം. അതായത് ഏതെങ്കിലും ഒരു വാക്ക് എവിടുന്നെങ്കിലും എടുത്ത് വ്യാഖ്യാനിക്കുകയല്ല. നമുക്ക് ഖുർആനിലും സുന്നത്തിലും പണ്ഡിതന്മാരുടെ വാക്കുകളും ഒക്കെ ഉള്ളൊരു നിയമമാണ്. അതായത് മുത്തശാബിഹ് മുഹ്കമിലേക്ക് മടക്കണം. മുത്തശാബിഹ് മുഹ്കമിലേക്ക് മടക്കണം. എന്താണ് മുത്തശാബിഹ് എന്നാൽ? ഒരു സംശയമുള്ള കാര്യം, ഒരു അവ്യക്തത വന്നിട്ടുള്ള ഒരു കാര്യം, അത് യാതൊരു അവ്യക്തതയും ഇല്ലാത്ത ഒരാളുടെ മുഹ്കമായ ഖണ്ഡിതമായ വാക്കെന്താണോ, അദ്ദേഹത്തിന്റെ മനഹജ് എന്താണോ, അതിലേക്ക് മടക്കണം. ഒരു പണ്ഡിതന്റെ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ജീവിതമായി തട്ടിച്ചു നോക്കണം. അതിന് യാതൊരു ബന്ധവുമില്ലാത്തൊരു വാക്ക് കണ്ടാൽ അത് അങ്ങനത്തെ അടുത്ത ആളുകളോട് പറയുകയല്ല. ചില വാക്കുകൾ പലതര വജ്ഹുകൾ ഉൾക്കൊള്ളുന്ന വാക്കുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള സാഹചര്യം, അതുപോലെ അത് സ്വീകരിക്കേണ്ട അതിന് പല അർത്ഥതലങ്ങളും ഉണ്ടായിരിക്കാം. അതൊരാളുടെ മുഴുവൻ വാക്കുകളിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മനഹജ് ഇതായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതം ഇതായിരുന്നു. അപ്പൊ അതിന് നേരെ എതിരായ വാക്ക് ഒരാളുടെ വാക്കിൽ നിന്ന് ഉദ്ധരിക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. അത് തികഞ്ഞ അനീതിയാണ്. وأحد أو المعذرة ويكثر عند بعض حدادية الغلو في عدم العذر بالجهل أنهم يصفون السلفيين ليل نهار صباح مساء في تويتر وغيره المرجئة 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 المرجئة، وإذا أحرجوا قيل لهم من المرجئة سكتوا. وكثير منهم يطعن في الألبان لكن لا يجرؤ، حتى إن أحدهم اشتهر بهذا في تويتر، يسمونه إكس هنا في تويتر، منصة إكس. فلما قيل له قال وفيهم علماء، قال أحد المشايخ الأفاضل رد عليه في تويتر قال سمي عالما فخنس، وهو يحوم حول العلامة الألباني رحمه الله تعالى، لكن ما استطاع أن يتلفظ بهذا. نعم. ഈ ഹദ്ദാദികൾ അവരുടെ സ്ഥിരം രീതിയാണ് സലഫികളെ മുർജികളാണ് ഇർജാഅ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നത് ഇവരുടെ സ്ഥിരം രീതിയാണ്. എന്ന് മാത്രമല്ല, അവർ ഇമാം അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർക്ക് വ്യംഗ്യമായി ഇത് പറയുന്നത് കാണാം. നേർക്ക് നേരെ പേരെടുത്ത് മുർജിയാണെന്ന് പറയാൻ അവർക്ക് ധൈര്യവുമില്ല. ട്വിറ്ററിൽ, എക്സിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പറയും ഈ ഇർജാഇന്റെ വാദക്കാരിൽ പണ്ഡിതന്മാരുമുണ്ട് എന്ന്. അൽബാനിയാണ് ഇങ്ങനെ വ്യംഗ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആലിം അയാളോട് ചോദിച്ചു, ശരി, ഇതിൽ നീ പറയുന്ന വാദക്കാരിൽ പണ്ഡിതന്മാരുമുണ്ട് എന്നാണല്ലോ നീ പറയുന്നത്, ഒരു പണ്ഡിതന്റെ പേര് വാ, ഒരു ആലിമിന്റെ പേര് വാ. അപ്പോ ഉണ്ടാട്ടമില്ല. നോക്കൂ, പേര് പറയാൻ ധൈര്യമില്ല. ഈ മുർജിയാക്കൾ എന്ന് പറയും. എന്താണ് ഇർജ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അപ്പൊ പിന്മാറിക്കളയും. ഇത് ഈ വിഷയത്തിൽ വഴിതെറ്റിയ ഹദ്ദാദികളുടെ സ്ഥിരം രീതിയാണ്. وهذا الحدادي نفسه يكثر الطعن في السلفيين بسبب العذر بالجهل ويسميهم مرجئة.
فلما مات أحد كبار الحركيين وهو سعد بريك سماه سلفيا. والعجيب أن سعد بريك يعذر بالجهل، فيا ليت أنصف إن كان هناك إنصاف فيعامل سعد بريك كما عامل السلفي الذي سماهم مرجئة. نعم. ഇവരിൽപ്പെട്ട ഒരാൾ സാധാരണ സലഫികളെ ഈ വിഷയത്തിന്റെ പേരിൽ, അതായത് ശിർക്ക് സംഭവിച്ചവർക്ക് അജ്ഞതയുടെ ഒഴിവഴിവ് വകവെച്ചു കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ സലഫികളെ മുർജിയാക്കൾ എന്ന് വിളിക്കുന്ന ഈ കൂട്ടത്തിൽ ഒരാൾ, ഒരു ഹറക്കിയായ ഒരാൾ മരണപ്പെട്ടപ്പോൾ, ഈ വിപ്ലവങ്ങളെയും മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പഴച്ച കക്ഷികളിൽപ്പെട്ട ഒരാൾ സഅദ് ബുറൈഖ് മരണപ്പെട്ടപ്പോൾ ഇവരിലൊരാൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സലഫി എന്നാണ്. എന്നാൽ അദ്ദേഹമാകട്ടെ, ഈ മരിച്ചുപോയ സഅദ് ബുറൈഖ് ആകട്ടെ, ശിർക്ക് സംഭവിച്ച ആൾക്ക് ജഹലിന്റെ എതിർ നൽകണം, അച്ഛനോട് എതിർ നൽകണം എന്ന വാദക്കാരനാണ്. ആ വിഷയത്തിൽ ആളുടെ വാദം അങ്ങനെയാണ്. പക്ഷെ ആൾ മരിച്ചപ്പോൾ സലഫികളെ മുർജിയാക്കൾ എന്ന് വിളിക്കുന്ന ഇദ്ദേഹം അയാളെ വിശേഷിപ്പിച്ചത് സലഫി എന്നാണ്. നീതി വാദിക്കണ്ടേ? സലഫികളെ മുർജിയാക്കൾ എന്ന് ഈ വിഷയത്തിന്റെ പേരിൽ വിളിക്കുന്ന ആൾ, അതേ വാദമുള്ള ഈ ഹറക്കിയ ആൾ മരണപ്പെട്ടപ്പോൾ എങ്ങനെയാണ് അയാളെ സലഫി എന്ന് വിളിക്കുന്നത്, മുർജി എന്ന് വിളിക്കാതെ? ومن الحدادية حدادية الغلاة في التبديع. نعم. ഹദ്ദാദികളുടെ കൂട്ടത്തിൽ തബ്ദീഇന്റെ വിഷയത്തിൽ അതിരുവിട്ട ആളുകളുമുണ്ട്. അഥവാ ജനങ്ങളെ ബിദ്അത്തുകാരായി എണ്ണുന്നതിന്റെ കൂട്ടത്തിൽ ഇയാൾ ബിദ്അത്തുകാരനാണ് എന്ന് പറയുന്ന വിഷയത്തിൽ അതിരുവിട്ട ആളുകളും ഈ ഹദ്ദാദികളുടെ കൂട്ടത്തിലുണ്ട്. يبدعون بالجزئيات وبلا ضوابط شرعية. نعم. ദീനിന്റെ വ്യവസ്ഥകളൊന്നും, ദീനിന്റെ നിയമങ്ങളും വ്യവസ്ഥകളൊന്നും പാലിക്കാതെ ആളുകളെ ബിദ്അത്തുകാരാക്കി ചിത്രീകരിക്കുന്നവർ ഈ ഹദ്ദാദികളുടെ കൂട്ടത്തിലുണ്ട്. التنبيه الرابع: كما أن هناك أناسا غلوا فإن هناك أناسا جفوا وميعوا وسهلوا. نعم. അതുപോലെ ഉണർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ അതിരുവിട്ട ആളുകളുണ്ട്, ഉലുവിന്റെ ആളുകളുണ്ട് എന്നതുപോലെ ജഫായിന്റെ അഥവാ അലംഭാവത്തിന്റെ, ദീൻ മയപ്പെടുത്തുന്ന, ദീനിൽ വെള്ളം ചേർക്കുന്ന ആളുകളും നേരെ മറുവശത്ത് ഉണ്ട്. وللأسف شاعوا وكثروا في السلفيين. ഖേദകരമായ കാര്യം, സലഫികളിൽ ഈ ആളുകൾ ധാരാളമായുണ്ട്. ഈ ഒരു തമയ്യുഇന്റെ അഥവാ മായം ചേർക്കുന്ന, ദീനിൽ വെള്ളം ചേർക്കുന്ന ആളുകളും ധാരാളമുണ്ട്. وكم من سلفي كان جيدا متقدما فتقهقر الوراء ورجع بسبب شبهة التمييع. ഈ തമീഇന്റെ അഥവാ ഇങ്ങനെയുള്ളൊരു മയപ്പെടുത്തലിന്റെ പിന്നാലെ പോയതിന്റെ പേരിൽ എത്രയോ നല്ല സലഫികൾ അവരുടെ ആ നല്ല മുന്നേറ്റത്തിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. അവർ പിന്നോക്കം പോയത് കാണാം ഈ ഒരു വാദം അതിൽ പെട്ടുപോയതിന്റെ പേരിൽ. والمميعة إذا نظرت إليه من بعيد لا تدري أهو سروري أو سلفي. ഈ വാദമുള്ള ആളുകൾ, ഇങ്ങനെ വെള്ളം ചേർക്കുന്ന ആളുകൾ, അവരെ നീ ദൂരെ നിന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഇതൊരു സലഫിയാണോ അതല്ല ഒരു സുറൂരിയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ولا تدري أهو سروري تقنع بقناع السلفية ليخدع السلفيين أو سلفي ضعف فقارب السروريين. ഒരു സുറൂരി സലഫി കുപ്പായമിട്ട് വന്നതാണോ അതല്ല ഒരു സലഫി സുറൂരികളോട് ഒന്ന് അടുത്തതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. ഇത് ഏതാണ് വകുപ്പ് എന്ന് ഇങ്ങനെയുള്ള ആളുകൾ കണ്ടാൽ മനസ്സിലാവുകയില്ല. ولهم علامات منها أنهم لا يحبون الردود على المخالفين حتى ولو كانت بعدل وعلم وحجة، لا يحبونهم وإن قالوا بألسنتهم نحن نؤيد الرد على المخالف، لكن عمليا لا يحبون الردود على المخالفين ويشاهدون طلابا من الحضور عند من يرد على المخالفين. ഇവർക്ക് ചില അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവർക്ക് എതിരാളികൾക്ക് മറുപടി പറയുക എന്ന കാര്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടമാവുകയില്ല. മറുപടി നല്ല ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നല്ല ശരിയായ
മാർഗമനുസരിച്ചുള്ള മറുപടിയാണ് എങ്കിൽ പോലും ഇങ്ങനെയുള്ളവർക്ക് എതിരാളികൾക്ക് മറുപടി പറയുന്നത് ഇഷ്ടമല്ല. അവർ പറയും ഞങ്ങൾക്ക് മറുപടിയൊക്കെ പറയണം, എതിരാളികൾക്ക് തെറ്റിന്റെ പിന്നെ സലഫിയത്തിന്റെ എതിർകക്ഷികൾക്ക് മറുപടിയൊക്കെ പറയണം എന്നവർ പറയുമെങ്കിലും പ്രവൃത്തിപഥത്തിൽ അവരത് കൊണ്ടുവരികയില്ല. ഇങ്ങനെ റദ്ദ് പറയുന്ന മറുപടി പറയുന്ന ആളുകളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് അവർ പ്രോത്സാഹിപ്പിക്കുകയില്ല. അതിനോട് അതിനെ അവർ വിലക്കുകയാണ് ചെയ്യുന്നത്. العلامة الثانية يحبون الرماديين. أتدري ما الرمادي؟ هو الذي ليس أبيض ولا أسود. وقد ذكر ابن تيمية في كتاب المسائل في المجلد الرابع عن رجل سماه سعد الدين، قال وهو أبلق لا أبيض ولا أسود، وبلغة العصر يسمى ماذا؟ رمادي. المسائل، كتاب المسائل، عرفت المسائل لابن تيمية اللي طبع مؤخرا في مجلدات. ഈ പറഞ്ഞ ആളുകളുടെ ഈ വെള്ളം ചേർക്കും എന്ന് പറഞ്ഞ ആളുകളുടെ രണ്ടാമത്തെ അടയാളം ഇവർക്കിഷ്ടം റമാദികളെ എന്ന് പറഞ്ഞാൽ, റമാദി എന്ന് പറഞ്ഞാൽ അത് ചാരനിറം എന്നാണ് അതിന്റെ അർത്ഥം, വെളുപ്പല്ല കറുപ്പല്ല. ഇങ്ങനെയുള്ള ആളുകളാണ് ഇവർക്ക് ഇഷ്ടം, ആ ഒരു രീതിയാണ് ഇഷ്ടം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മസായിലിൽ സഅദുദ്ദീൻ എന്നു പേരുള്ള ഒരാളെ കുറിച്ച് വിശേഷിപ്പിച്ചത് കാണാം. അയാൾ ഒരു അബ്ലഖാണ് എന്ന് പറഞ്ഞാൽ വെളുത്തതുമല്ല കറുത്തതുമല്ല. അതായത് ഈ രൂപത്തിൽ നിലപാടുള്ള ഒരാളെ ഷെയ്ഖുൽ ഇസ്ലാം ഉപയോഗിച്ച പദപ്രയോഗമാണ്. അത് പഴയ പദപ്രയോഗമാണ് അബ്ലഖ് എന്ന് പറയുന്നത്, വെള്ളയും കറുപ്പും അല്ലാത്തത്. ഈ കാലത്തെ പദപ്രയോഗമാണ് റമാദി എന്ന് പറയുന്നത്. فيبحثون عن السلف الضعيف في سلفيته أو الحزبي الذي ليس قويا في حزبيته، ويجالسونهم ويعظمونهم وينشرون كلامهم إلى آخره. نعم. അവർ സലഫിയത്തിൽ ഉറച്ചിട്ടില്ലാത്ത ദുർബലരായ ആളുകളെ, അല്ലെങ്കിൽ സുറൂറിയത്തിൽ ഇഖ്വാനിയത്തിൽ അതിൽ ശക്തരല്ലാത്ത ആളുകളെ, ഇങ്ങനെയുള്ള ആളുകളാണ് അവർ അന്വേഷിക്കുക. രണ്ടും അല്ലാത്ത ആളുകളോടാണ് ഇവർക്ക് പ്രിയം. العلامة الثالثة يجالسون الحزبيين ولهم بهم علاقة، وهذه العلاقة شيء منها يظهرونه وشيء منها يخفونه. نعم. മൂന്നാമത്തെ അടയാളം ഇവർ ഹിസ്ബികളായ ആളുകളുടെ കൂടെ ചേരുകയും അവരുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരത് ചില സന്ദർഭങ്ങളിൽ വെളിപ്പെടുത്തും, ചില സന്ദർഭങ്ങളിൽ അവരത് മറച്ചു വെക്കും. അത് ഇപ്പോഴും ഒരുപോലെ അവർ വെളിപ്പെടുത്തുകയില്ല, അവരത് മറച്ചു വെക്കാൻ ശ്രമിക്കുക എന്നത് അവരുടെ ഒരു രീതിയാണ്. العلامة الرابعة الخامسة. العلامة الرابعة لا يحبون الكلام في المنهج، وتراهم يمزحون ويتضاحكون، وإذا جاء الكلام في الحزبيين والمنهج قال لماذا لا نطلب العلم وننشغل بالعلم؟ أنت قبل قليل تضحك وتمزح ساعات، لماذا لا تذكر العلم لما جاء المنهج؟ لأن في نفسهم ضعفا وموقفا من جهة المنهج السلفي. نعم. ഇവരുടെ നാലാമത്തെ അടയാളമാണ് ഇവർക്ക് മൻഹജ് സംസാരിക്കുക, സലഫി മൻഹജിനെ കുറിച്ച് പറയുക എന്നത് ഇഷ്ടമല്ല. ആ വിഷയം സംസാരിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഈ ആളുകൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ഒരുപാട് നേരം കളയുന്നത് കാണാം. അതേസമയം അതേ ആളുകൾ മൻഹജിയായ വിഷയം സംസാരിക്കുമ്പോൾ ഇവർ പറയും നമുക്ക് ദീൻ പഠിച്ചുകൂടെ, പഠനത്തിന് വേണ്ടി സമയം നീക്കി വെച്ചുകൂടെ, നിങ്ങളാണല്ലോ ഇത്രയും നേരം സമയം കളഞ്ഞത് കളിച്ചും ചിരിച്ചൊക്കെ, ഈ വിഷയം പറയുമ്പോൾ മാത്രം എന്തിനാണ് നിങ്ങൾ നമുക്ക് ഇൽമു പഠിക്കണ്ടേ, അതിനുവേണ്ടി നേരം നീക്കി വെച്ചുകൂടെ എന്ന് പറയുന്നത് മൻഹജിനെ കുറിച്ച് അത് പറയുന്നത് ഇഷ്ടമല്ല എന്നത് ഇവരുടെ ഒരു അടയാളമാണ്. ويصدون عن المنهج السلفي وتعلمه والحماس له بسبل وطرق، منها التأصيل العلمي، فيقولون نشتغل التأصيل وهي كلمة حق يراد بها باطل. ومنها عدم العجلة، لا تكن عجلا، لا تكن كذا، لا تكن كذا. ومنها اتهام السلفيين بقلة العقل، وأن مقتضى العقل أن تسكت، إلى غير ذلك من الطرق التي لا قيمة لها عند من يعرف حقيقة الأمر. نعم. സലഫി മൻഹജ് സംസാരിക്കുന്നത് തടയാൻ
എതിരാളികൾക്ക് മറുപടി പറയുന്നത് തടയാൻ ഇവർക്ക് ഇവരുടേതായ ചില വഴികളുണ്ട്, രീതികളുണ്ട്. അതിലൊന്നാണ് ഇവർ പറയും തസ്സീറുൽ ഇൽമി, അതായത് ആദ്യം നമ്മൾ അറിവിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുക, ആദ്യം പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് പഠിക്കുക എന്നിങ്ങനെ തസ്സീറുൽ ഇൽമി എന്ന വാക്ക് ഇവരിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ആ വാക്ക് നല്ല വാക്കാണ്. കലിമത്ത് ഹഖിൻ ഉരീദ ബിഹ ബാത്തിൽ എന്ന് പറഞ്ഞതുപോലെയാണ്. വാക്ക് സത്യമാണ്, പക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം ബാത്തിലാണ്, തെറ്റാണ്. ഇത് ഇവരുടെ ഒരു രീതിയാണ്. അതുപോലെ ഇവരുടെ മറ്റൊരു രീതിയാണ് ഇവർ പറയുന്നത് തിരക്കൂട്ടരുത്, ധൃതി കാണിക്കരുത്, മറുപടി പറയുന്നത് ഒഴിവാക്കാൻ, അതിന് തടസ്സം നിൽക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണത്. അതുപോലെ മൂന്നാമത് ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇങ്ങനെ മറുപടി പറയുക എന്നത് അത് ബുദ്ധിയില്ലായ്മയുടെ അടയാളമാണ്. ബുദ്ധിയുടെ അടയാളം ഉണ്ടാതിരിക്കുക, നിശബ്ദത പാലിക്കുക എന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ മനഹജിയ വിഷയം സംസാരിക്കുന്നതിന്, എതിരാളികൾക്ക് മറുപടി പറയുന്നതിന് ഉടക്കു വെക്കാൻ ഇത്തരക്കാർ ഉപയോഗിക്കുന്ന വഴികളാണ്. ومنها أنهم يجالسون ويأخذون العلم عن كثير من المخطئين أو الضالين، وإذا عيب عليهم قال لا نعرف عليه إلا خيرا. إما أنهم لم يبحثوا عن حاله، ومجرد ذلك مجرد ألا يعلموا يقينا شيئا من سوءه يأخذون عنه ويجالسونه ويتعامون ويتجاهلون عن أخطائه ولا يبحثون خشية أن يقعوا على أخطائه. واضح يا مشايخ؟ نعم. ഇവരുടെ മറ്റൊരു രീതിയാണ് ഒരുപാട് പിഴവുകളുള്ള, ഒരുപാട് തെറ്റായ വാദഗതികളുള്ള ആളുകളിൽ നിന്ന് അറിവ് സ്വീകരിക്കും. ചോദിച്ചാൽ പറയും എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, അദ്ദേഹം ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളിൽ പാളിച്ചുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഹൈറ് മാത്രമേ അറിയുള്ളൂ, മോശമായിട്ടൊന്നും അറിയില്ല. അവ ഈ ഗുരുതരമായ തെറ്റുകൾ പലതും കണ്ടില്ല എന്ന് നടിക്കുക, അതേക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുക എന്നത് ഇവരുടെ രീതിയാണ്. അത് ആ തെറ്റ് കാണാതിരിക്കാൻ വേണ്ടി കരുതി കൂട്ടി അങ്ങനെ ചെയ്യുകയാണ്. ഇത് ഇത്തരക്കാരുടെ ഒരു അടയാളമാണ്. وكان المفترض ألا يأخذ العلم عنه إلا بعد التثبت كما تقدم. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് തസബ്ബുത്തിന് ശേഷം മാത്രം, ഒരാൾ ശരിയായ വഴിയിലാണ് എന്ന് ഉറപ്പിച്ച ശേഷം, അത് വ്യക്തമായതിനു ശേഷം മാത്രമേ ഒരാളിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അറിവ് സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. العلامة الخامسة التكلف في الدفاع عن أخطاء المخطئين والمبالغة في ذلك والمبالغة في الإعذار، وهذا خطأ ولم يفعله سلف هذه الأمة، فإن الخطأ خطأ. ഇവർക്ക് അഞ്ചാമത്തെ അടയാളമാണ് തെറ്റുകളെ ന്യായീകരിക്കാൻ അതിന് വളരെ അങ്ങേയറ്റം പരിശ്രമിക്കുക, അതിനൊരു ശരിയല്ലാത്ത വഴി തകല്ലുബ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെയെങ്കിലും പ്രയാസപ്പെട്ട് തെറ്റുകളെ ശരിയാക്കാൻ ശ്രമിക്കുക എന്നത് ഇവരുടെ രീതിയാണ്. അതുപോലെ എതിർ കൊടുക്കുന്നതിൽ അതിന് ഇങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഇങ്ങനൊരു ന്യായം ഉണ്ടാവും, ചിലപ്പോൾ അതായിരിക്കും മൂപ്പരുടെ ഇങ്ങനെ ഒരു ന്യായം അതിനുണ്ടായേക്കാം എന്നിങ്ങനെ എതിർ കൊടുക്കുന്നതിൽ പരിധി വിടുക, ഇതും ഇത്തരക്കാരുടെ രീതിയാണ്. കഷ്ടപ്പെട്ട ഒരാളെ ശരിയാക്കാൻ നോക്കുക. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഹത്താണെന്ന് പറയലാണ്, തെറ്റാണെന്ന് പറയലാണ് ചെയ്ത്. ആ തെറ്റിനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ശരിയാക്കിയെടുക്കുന്നത് അത് ശരിയായ രീതിയല്ല. وإن المبالغة في الإعذار داخل في عموم ما روى البخاري عن عمر نهينا عن التكلف. ഇങ്ങനെ തെറ്റുകളെ കഷ്ടപ്പെട്ട് ന്യായീകരിക്കുക, എന്തെങ്കിലും ഒഴിവുകൾ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കുക എന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള വാക്കിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതായത് നുഹീന അൻ തകല്ലുഫ്, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകല്ലുഫ് വിലക്കിയിരിക്കുന്നു, ഞങ്ങൾ തകല്ലുഫ് വിലക്കപ്പെട്ട ആളുകളാണ്. അഥവാ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഏറ്റുകെട്ടി ഉണ്ടാക്കുക, അതാണ് തകല്ലുഫ് എന്ന് പറഞ്ഞാൽ, അത് ഞങ്ങൾ വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ കാര്യം. അതായത് ഒരാളുടെ തെറ്റിനെ, ഒരു പണ്ഡിതന്റെ തെറ്റുകളെ എങ്ങനെയെങ്കിലും ഏറ്റുകെട്ടി ന്യായീകരിച്ച് ശരിയായി കൊടുക്കുക, അദ്ദേഹത്തിന് ഒഴികഴിവുകൾ എങ്ങനെയെങ്കിലും വകവെച്ച് കൊടുക്കുക എന്നത് ഈ പറഞ്ഞ വിലക്കിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ولا سيما إذا كان للرجل نشاط ودروس وكلمات فينبغي الحذر أكثر وأكثر وألا يتكلف الدفاع عنه خشية أن يفتن به.
പ്രത്യേകിച്ച് ഇത്തരക്കാർ ഈ ധാരാളം തെറ്റുപറ്റുന്ന വലിയ പാളിച്ചകളുള്ള ആളുകൾ അവർ ഒരുപാട് ക്ലാസുകൾ എടുക്കുകയും അങ്ങനെ അറിവ് പ്രചരിപ്പിക്കുന്നത് വലിയ ഉന്മേഷം കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ അവരുടെ തെറ്റുകളിൽ ജനങ്ങൾ വീണുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരാണ് എങ്കിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെക്കാൾ അല്ലെങ്കിൽ ഇതുപോലെ വൈജ്ഞാനികമായ ക്ലാസുകളും മറ്റും കൂടുതൽ ഇല്ലാത്ത ആളുകളെക്കാൾ ഇത്തരക്കാരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. العلامة السادسة يكثرون الكلام حول عدم التبديع وعدم المبالغة في الرد والفوضى في التبديع. دائما يدندنون على هذه الموضوعات وفي المقابل لا يأتون بالضابط الشرعي الذي عليه السلف، لأنهم لو أتوا بالضابط الشرعي لانقلب عليهم، فيشتغلون بالتزهيد دون ذكر الضابط الشرعي. وقد قلت لبعضهم ورددت عليه لما ألقى بعضهم كلمة بعنوان الفوضى في التبديع، قلت لماذا تكرر الكلام على المبالغين في التبديع في نظرك وأصحاب الفوضى في التبديع في نظرك، ولا تأتي بضابط التبديع ولا تشكر المبدعين بحق. واضح يا مشايخ؟ شيخ واضح يا مسلمون؟ أو ما يدرون شو يقول هذول ايش يفهموا زين. ഇയാളുകളുടെ മറ്റൊരു അടയാളമാണ് ഇവർ തബ്ദീഅ നടത്തുന്നത്. ഒരാളുടെ ബിദ്അത്തിനെ കുറിച്ച് സംസാരിക്കും, ബിദ്അത്ത് വ്യക്തമാക്കി ഇന്നാൾ ബിദ്അത്തുകാരനാണ് എന്നതിനെ എതിർക്കുന്ന സംസാരങ്ങൾ, അതായത് ഇവിടെ തബ്ദീഅ വളരെ വ്യാപകമായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അതേ ആളുകൾ ഒരാൾ ബിദ്അത്തുകാരനാണ് എന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകുന്നത് ദീനിൽ ചില വ്യവസ്ഥകളുണ്ട്. അതേക്കുറിച്ചൊന്നും മിണ്ടുകയില്ല. എപ്പോൾ ഒരാളെ തബ്ദീഅ ചെയ്യണം, ഒരാൾ ബിദ്അത്തുകാരനാണ് എപ്പോൾ പറയണം, എന്നാൽ ഇത് ബിദ്അത്താണ് എന്നിപ്പോൾ പറയണം, ഇതിന് ദീനിൽ ചില വ്യവസ്ഥകളുണ്ട്. അതേക്കുറിച്ച് മിണ്ടുകയുമില്ല. കാരണം അത് പറഞ്ഞാൽ കാര്യവർക്ക് തന്നെ എതിരായി മാറും. എന്നിട്ട് ഷേഖ് പറയുകയാണ്, ഒരാൾ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു. അതിന്റെ തൽക്കെട്ട് തന്നെ അൽ ഫൗദ ഫി തബ്ദീഅ എന്നാണ്, അഥവാ തബ്ദീഅന്റെ വിഷയത്തിലുള്ള അതിർകവിച്ചിൽ എന്ന വിഷയമാണ്. ഷേഖ് അയാളോട് ചോദിച്ചു, എന്താണ് ഈ വിഷയം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ബിദ്അത്ത് ഇന്നാൾ ബിദ്അത്തുകാരനാണ് എന്ന് പറയുന്നതിൽ അതിരുവിടുക എന്ന വിഷയം അത് ധാരാളമായി പറയുക, ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത് നിങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളാകട്ടെ ഒരാളെപ്പോൾ ബിദ്അത്തുകാരനാണെന്ന് പറയണം എന്നതിനുള്ള ദീനിലെ വ്യവസ്ഥകളെ കുറിച്ച് മിണ്ടുന്നുമില്ല. പിന്നെ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? واحد هؤلاء المميعة لما مات الحركي سعد بريك راسل أحد المشايخ الأفاضل وقال الآن سترى أصحابنا، بعبارته باللهجة العامية لكن سأذكرها باللغة العربية، الآن سترى أصحابنا يذكرون الآثار في عدم الترحم على البدع والفرح بموتهم. فخاطبني هذا الشيخ الفاضل فقلت له بدل من أن يجعل همه في إخوانه الذين سيذكرون الآثار الفرح موت البدع، لماذا لا يكون همه في حفظ المجتمع من ضلالاته؟ لأن الحركين سينشطون في نشر باطله، فلماذا لا يكون عنده هم لمواجهة الباطل، مواجهة باطل الذي سينشره الحركيون بعد موته؟ فهمتم يا مشايخ؟ ثم قلت لهذا الشيخ، وطريقتي إذا مات الرجل المبتدع والحركي إلى آخره أني أمهل، فإن لم يكن لموتي صدى، وإنما كلام ليس له صدى ولا نشر للباطل أعرضت عنه، وإن كان لكلامه صدى واستغل موته كما فعل مع أبي إسحاق الحويني فلا بد أن يكون لنا دور لحماية الدين، ولا تستغل عاطفة الناس بموت فلان في نشر باطله. وفعلا لما مات سعد بريك ما كان له صدى فيما رأيت، حتى خرج بعض الغلاة العذر بالجهل، بعض غلاة في عدم العذر بالجهل والذي عندهم تنميع وسماه سلفيا، ضج السلفيون ونشطوا في بيان ضلاله. كلامي واضح؟ طيب. സഅദ് ബുറൈഖ് എന്ന് പറയുന്ന ആൾ മരണപ്പെട്ട സമയത്ത് നേരത്തെ ഷേഖ് ഹറക്കിയായ വിപ്ലവങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ
ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞ മുമയ്യാത്തിൽപ്പെട്ട ഈ വെള്ളം ചേർക്കുന്ന നിലപാടുള്ള ആളുകളിൽ ഒരാൾ ഒരു ഷെയ്ഖിന് ഒരു എഴുത്തെഴുതി, എന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ നോക്കിക്കോളൂ, എന്നിട്ട് ഇതാ ഇന്ന ആളുകൾ, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സലഫികളാണ്, സലഫികൾ ഇപ്പോൾ ആളുകളോട് പറയാൻ പറയും, ഒരു ബിദഅത്തുകാരനെ പോയിട്ട് പറയാൻ പാടില്ല, മുബ്തദി ബിദഅത്തുകാരൻ മരിച്ചാൽ അയാളുടെ പേരിൽ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, അതിനെക്കുറിച്ചുള്ള മുൻഗാമികളുടെ അപ്പറുകളൊക്കെ ഇവരിപ്പോൾ പ്രചരിപ്പിക്കും, കണ്ടോളൂ എന്ന് ഈ കൂട്ടർ ഇങ്ങനെ വെള്ളം ചേർക്കുന്ന നിലപാടുള്ള ഒരാൾ സാദിൽ ബുറൈഖ് മരണപ്പെട്ടപ്പോൾ ഒരു ഷെയ്ഖിന് എഴുത്തെഴുതി വിട്ടായി. ആ ഷെയ്ഖിനെ ബന്ധപ്പെട്ടു, എന്നിട്ട് ഇങ്ങനെ ഒരു എഴുത്ത് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് റൈസ് ഹഫളഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആകുലപ്പെട്ട് നിൽക്കുന്നത്? കാരണം ഇദ്ദേഹം ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനേക്കാൾ തൻ്റെ സഹോദരങ്ങളായ സലഫികൾ എന്ത് ചെയ്യുന്നു ഈ സമയത്ത്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബിദഅത്തിൽ അകപ്പെട്ട ആൾ അദ്ദേഹത്തിന്റെ ബിദഅത്തുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുമോ ഇല്ലേ, ഇപ്പോൾ ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങളിൽ അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നതാണ്, അതേക്കുറിച്ചാണ് ഒരാൾക്ക് ആകുലത വേണ്ടത്, അതേക്കുറിച്ചാണ് ശ്രദ്ധ വേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇത്തരക്കാർ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇങ്ങനെ ബിദഅത്തുകളിൽ അകപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ എൻ്റെ രീതി ഒരു അവധാനത പുലർത്തുക എന്നതാണ്, ഒന്ന് പറയാതിരിക്കുക എന്നതാണ്. ആദ്യം നോക്കും എന്താണ് സ്ഥിതി. ചില ആളുകൾ ബിദഅത്തുകാർ മരണപ്പെട്ടാൽ അതിൻ്റെ ആളുകൾ അതൊരു അവസരമായി എടുക്കും, അയാളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അത് ജനങ്ങൾക്കിടയിൽ ആ അവസരം മുതലെടുത്ത് ആൾ മരണപ്പെട്ടപ്പോൾ ആ മരണവാർത്ത ഉപയോഗപ്പെടുത്തി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അബൂ ഇസ്ഹാഖ് അൽ ഹുവൈനി എന്ന പേരുള്ള മിസ്റിലെ ഈ തരത്തിൽ വാദഗതികളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആളുകൾ ചെയ്തത് അതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അദ്ദേഹത്തിന്റെ ബിദഅത്തുകൾ പറഞ്ഞ് അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടി വരും. അതേസമയം ഈ സാദിൽ ബുറൈഖ് എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല, യാതൊരു ഒച്ചപ്പാടുണ്ടായില്ല, ആ മരണത്തിന് അതുകൊണ്ടൊരു പ്രതിധ്വനി ഉണ്ടായില്ല. പക്ഷേ ഈ പറയപ്പെട്ട ആൾ, അതായത് ഇങ്ങനെ ഈ വെള്ളം ചേർക്കുന്ന നിലപാടുള്ള ആൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ സലഫി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എഴുത്തെഴുതി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഈ ശിർക്കിന്റെ ആളുകൾക്ക് എതിർ കൊടുക്കാൻ ഒരിക്കലും പാടില്ല, അങ്ങനെ കൊടുക്കുന്നവരെ വഴികേടിലാണെന്ന് പറയുന്ന ആളാണ്. പക്ഷെ അതേ വാദമുള്ള ഈ സാദിൽ ബുറൈഖ് മരണപ്പെട്ടപ്പോൾ അയാളാകട്ടെ വേറെ പല പഴച്ച ചിന്താഗതികളുള്ള ആളാണ്, അദ്ദേഹത്തെ സലഫി എന്ന് വിശേഷിപ്പിച്ചു. ആ സലഫി എന്ന് വിശേഷിപ്പിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, അയാളുടെ വാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യേണ്ടി വന്നു? ആളുടെ വഴികേടുകളെ കുറിച്ച് ജനങ്ങൾക്ക് താക്കീത് നൽകേണ്ടി വന്നു. وبهذا أنتهي. أسأل الله أن يعلمنا ما ينفعنا وأن ينفعنا بما علمنا، وجزاكم الله خيرا.